ഹൗ ടു ഓവർകം സ്ട്രെസ് സ്ട്രെസ് എങ്ങനെ മറികടക്കാം എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ പറയാനുള്ളൊരു വേർഡാണ് സ്ട്രെസ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ വയസ്സായവരായിക്കോട്ടെ, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ വേറൊരു കാരണം ഉണ്ടാകും. പക്ഷെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആർക്കെങ്കിലും അറിയൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അതിൽ കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഘർഷം ഉണ്ടല്ലോ, മാനസിക സംഘർഷത്തെ വേണമെങ്കിൽ നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാം. ആ ഒരു ഫീലിങ്ങിന്, മാനസിക സമ്മർദ്ദത്തെ സ്ട്രെസ് എന്ന് വിളിക്കാം, അല്ലേ? കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്ട്രെസ് ഈസ് യുവർ മൈൻഡ് ആൻഡ് ബോഡീസ് റിയാക്ഷൻ വെൻ സംതിങ് ഫീൽസ് ഡിഫിക്കൽട്ട് ഓർ ഓവർവെൽമിങ് ഓർ ത്രെറ്റനിങ്. നമുക്ക് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ പ്ലെയിൻ ടേംസ്, ഇറ്റ്സ് എ പ്രഷർ യു ഫീൽ വെൻ ലൈഫ് ത്രോസ് മോർ ദാൻ വാട്ട് യു ക്യാൻ ഹാൻഡിൽ. അപ്പോൾ നമ്മുടെ ബോഡി ഒരു അലേർട്ട് മോഡിൽ ആവുകയാണ് ചെയ്യുന്നത് ഈ സ്ട്രെസ് വരുമ്പോൾ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ നമ്മളൊന്നില്ലെങ്കിൽ അത് ഇട്ടിട്ട് പോവും, അല്ലേ? അപ്പോൾ സ്ട്രെസ്സ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സിമ്പിളായിട്ടുള്ള ടൈമിൽ എങ്ങനെയാണ് അതൊക്കെ വരുന്നത്? അതായത് സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു റുട്ടീൻ ചേഞ്ച് ഉണ്ടാവുന്നു, ബിഗ് ലൈഫ് ചേഞ്ച്, വാട്ട് യു ആർ നോട്ട് എക്സ്പെക്ടിങ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നു. സോ വി ക്യാൻ നോട്ട്, ലൈക്ക് അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത്തരം സാഹചര്യം ഹാൻഡിൽ ചെയ്യാൻ. അപ്പം നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്നുണ്ട്. ഇനി കോമൺലി സ്ട്രെസ് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സാം പ്രഷർ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ചിലപ്പോൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കൂടുതലായി പഠിക്കാനായി നമ്മൾ ഉറക്കമൊളിച്ചിരിക്കുന്നു ആൻഡ് സ്ലീപ്പ് ആ ഒരു ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ജോലി സ്ഥലത്തുണ്ടാവുന്ന സ്ട്രെസ്സുകൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാനേജറുടെ നിന്ന് കുറേ വഴക്ക് കേൾക്കുന്നു, അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദങ്ങൾ കൂടും. ആ ഒരു ഫീലിംഗ് എങ്ങനെ മറികടക്കും എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. എങ്ങനെയാണ് നമ്മൾ ഈ ഫീലിംഗ് എല്ലാം മറികടക്കുന്നത്? അപ്പോൾ നമ്മുടെ ബോഡിയിൽ ലൈക്ക് ഒരു അലേർട്ട് മോഡ് ഓൺ ചെയ്യുകയാണ്. നമ്മൾ ഒരു അലേർട്ടായിരിക്കണം എന്ന് നമ്മളോട് പറയുകയാണ്. നമ്മൾ സ്ട്രെസ്ഫുൾ ആവാണ്ട് നോക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. എങ്ങനെയാണ് ബാഹ്യ സമ്മർദ്ദങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുക? പറ്റൂ? ഇല്ല. ബാഹ്യ സമ്മർദ്ദങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു ശാന്തമായ മനസ്സും ശരിയായ ചിന്തയും ഉണ്ടെങ്കിൽ ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ബാഹ്യമായിട്ട് കുറേ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. പക്ഷെ എല്ലാത്തിനോടും നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് സ്ട്രെസ് ലെവൽ കൂടുന്നത്. സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് മസിലെല്ലാം ടൈറ്റാവും, പലതരം അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ശരീരത്തിലത് പ്രതിഫലിക്കാനും തുടങ്ങും. അപ്പോൾ എങ്ങനെ സ്ട്രെസ് മറികടക്കാം? ഹൗ ടു ഓവർകം സ്ട്രെസ്. ഭാവിയെക്കുറിച്ചുള്ള സ്ട്രെസ്സുകൾ, അതൊക്കെ ഇൻറ്റേർണൽ സ്ട്രെസ്സായിട്ട് വരുമല്ലേ? എന്താണ് ശരിക്കുള്ള സ്ട്രെസ്സിനുള്ള കാരണം എന്ന് തിരിച്ചറിയുക. നമ്മൾ എന്താണ് സ്ട്രെസ്സ് ചെയ്യിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക. പഠിക്കാനുള്ള കാര്യങ്ങളാണോ, പരീക്ഷയാണോ, എന്താണ് എന്നുള്ളത് തിരിച്ചറിയാം. അത് നമ്മുടെ കടമയാണ്. എന്താണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി നമ്മളുടെ പരിഹാരം എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഐഡൻറ്റിഫൈ വാട്ട് കോസ് യു സ്ട്രെസ്. അത് മനസ്സിലായി. അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ചെറിയ ഘട്ടങ്ങളായിട്ട് പരിഹരിക്കാൻ നോക്കുക. വലിയ പ്രശ്നങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ചെറിയ ഘട്ടങ്ങളായി കൈകാര്യം ചെയ്യുക. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു സമയത്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ, അതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത്, നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിന് സമാധാനം ലഭിക്കാൻ ശാരീരിക ആരോഗ്യം പ്രധാനമാണ്. ശരിയായ ഉറക്കം, ശരിയായ രീതിയിലുള്ള വെള്ളം കുടിക്കണം, അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം, ചെറിയ തോതിൽ വ്യായാമം ചെയ്യുക. ഇതെല്ലാം സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുക. സ്ട്രെസ് ഉള്ളപ്പോൾ എല്ലാം അത് മനസ്സിൽ ഒതുക്കി വയ്ക്കണമെന്നില്ല. അമ്മയോടോ അച്ഛനോടോ സുഹൃത്തുക്കളോടോ അധ്യാപകരോടോ സംസാരിക്കുക. കുറച്ചൊക്കെ നമ്മുടെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. നമ്മളെല്ലാം കൂടി ഒതുക്കി മനസ്സിൽ വെക്കണമെന്നില്ല. നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അദ്ദേഹത്തോട് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള മറ്റൊരു
മറ്റൊരു വലിയ ഘടകം ജീവിതത്തിൽ പ്രാർത്ഥനയും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗം മെഡിറ്റേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ എക്സ്റ്റേണൽ സ്ട്രെസ് കൂടുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതും സത്യമാണ് കേട്ടോ. ബട്ട് നമുക്ക് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ മെഡിറ്റേഷനോ അതുപോലെ പ്രാർത്ഥനയോ നമ്മൾ സ്പിരിച്വലായിട്ട് എന്തിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് എന്ന് സ്വയം തീരുമാനമെടുത്ത് അതിലേക്ക് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. കാരണം സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഏത് രീതിയിലാണ് ചിലർക്ക് മ്യൂസിക്കൊക്കെ പാടുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയും. അത് പ്രാർത്ഥന തന്നെ വേണമെന്നില്ല. അങ്ങനത്തെ രീതിയിലും നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഏത് രീതിയിൽ ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് ചിത്രം വരകളായിരിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്റ്റൈല് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ബ്യൂട്ടിഫുള്ളായിട്ട് സ്ട്രെസ്സൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നേ. സോ ഹാപ്പി ഡേ.